തെരഞ്ഞെടുപ്പ് ഉത്സവമായിരുന്നു. ചേലക്കരയുടെ തെരഞ്ഞെടുപ്പ് ഉത്സവം ഇനി കേവലം 10 മിനിറ്റ് കൊണ്ട് തിരശ്ശീല വീഴാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ നിന്ന തോന്നൂർക്കര UP സ്കൂളിൽ ഇപ്പോഴും ചെറിയ രീതിയിൽ തിരക്കുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വലിയ തിരക്ക് ഇല്ല എങ്കിൽ കൂടി തിരക്ക് ചെറിയ രീതിയിൽ തിരക്കുണ്ട്. ഒരുപക്ഷെ 6:30 വരെയൊക്കെ വോട്ടിംഗ് നീണ്ടു പോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും ചേച്ചി വോട്ടിട്ടായിരുന്നു ചേച്ചി? നിൽക്കുന്ന ആളുകൾ പലരും കുറച്ച് അല്പസമയം മുമ്പ് നേരത്തെയൊക്കെ എത്തിയ ആളുകളാണ്. അമ്മ എപ്പോഴെത്തിയ? ഞങ്ങള് 2 പ്രാവശ്യം തിരിച്ചു പോയിട്ട് ഇപ്പൊ വന്നിട്ടപ്പോ ചെയ്തത് കാലത്ത് ചെയ്തു. എപ്പോഴൊക്കെ വന്നു? രാവിലെ കാലത്ത് ഞങ്ങള് ഒരു 11:30 വന്നു, പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്നു, എന്നിട്ട് 1:30 വീട്ടിൽ പോയി, എന്നിട്ട് പിന്നെ ഇപ്പൊ 4:30 വന്നു ചെയ്തു. ചെയ്യാൻ കഴിയില്ലേ? ചെയ്യണല്ലോ. എപ്പോഴത്തെ ഇപ്പോ അവസാനം അല്ല, 1.5 മണിക്കൂറോളായി വരി നിൽക്കണം. ഇപ്പോഴാണ് ഇങ്ങോട്ട് എത്തിയത്. എന്തായാലും ഈ സ്ത്രീ വോട്ടർമാരുടെ വലിയ നീണ്ട നിര നമുക്ക് ഇവിടെ മാത്രമല്ല പല ബൂത്തുകളിലും കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് പാഞ്ഞാളും പഴയന്നൂരും ഒക്കെ തന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് സ്ത്രീ വോട്ടർമാർ വലിയ രീതിയിൽ ഉത്സാഹത്തോടെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യമാണ്. ചേട്ടാ, കുറച്ച് ആയല്ലേ? ഏകദേശം 1 മണിക്കൂറോളായി. തിരക്കാണ്. ഈ ബൂത്തിൽ നിന്നും നല്ലൊരു തിരക്കുള്ളൊരു ഏരിയയാണ്. ഇപ്പോൾ എല്ലാ ഇലക്ഷനും ഉണ്ടാവാറുണ്ട്. സ്ലോ ആണെന്ന് പറയുന്നത്, മെഷീൻ സ്ലോ ആണ്. കുറച്ചധികം നേരമായി. തീർച്ചയായും ക്ഷമയോടെ കാത്തിരിക്കുക വോട്ട് ചെയ്യാൻ വേണ്ടി. എന്തായാലും ഈ വിഷയത്തിൽ 78-ാം നമ്പർ ബൂത്തിൽ ഇത്തരത്തിൽ വോട്ടിംഗ് വളരെ താമസം നേരിടുന്നതിനെ സംബന്ധിച്ച് കളക്ടർക്ക് കോൺഗ്രസിന് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പരാതി കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് പരിശോധിക്കണം വേണ്ടി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും 78-ാം നമ്പർ ബൂത്തിലാണ് അവിടെ അല്പം ഈ കാലതാമസം നേരിടുന്നത്. ബീപ് ശബ്ദം കേൾക്കാൻ ഒരുപാട് സമയം എടുക്കുന്നതെന്നാണ് നേരത്തെ രമ്യ ഹരിദാസും അവിടെ എത്തിയപ്പോൾ പറഞ്ഞത്. വയനാട്ടിൽ മറ്റൊരിടത്ത് അവിടെ ഒരു 78-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയിട്ടുണ്ട്. നമുക്ക് അരുണിലേക്ക് കൂടി പോകാം. അരുൺ, ഇപ്പോൾ ചേലക്കരയിൽ എവിടെയാണ്? നേരത്തെ കോൺവെന്റിലായിരുന്നു, അവിടെ തന്നെ തുടരുകയാണോ? അവിടെ അവസാനിപ്പിക്കാറായോ? ഞാനിപ്പോൾ വീണ്ടും പഴയന്നൂരിലാണ് എത്തിയത്. ദിവിഷ്, പഴയന്നൂർ വടക്കേത്തറയിലെ പോളിംഗ് ബൂത്തിലാണ്. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു വിവരം, ഇപ്പോൾ താരതമ്യേന നേരത്തെ നിന്നും മന്ദഗതിയിലായി. അവസാന മണിക്കൂറിലേക്ക് അടുക്കുമ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല ബൂത്തുകളിലും 70-ന് മുകളിൽ പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വോട്ടർമാരെല്ലാം തന്നെ ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന കണക്ക്. ഇപ്പോൾ വടക്കേത്തറയിലായാലും പഴയന്നൂരായാലും ഒക്കെ നേരത്തെ പഴയന്നൂർ 80-നോട് അടുത്തിരുന്നു ആദ്യം പോയ ബൂത്തിൽ. ഇവിടെ 75% മുകളിലായി എന്നാണ് ഇപ്പോൾ താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. എന്താണ് പോളിംഗ് 70% മുകളിൽ ഉണ്ടെന്നാണോ? അതെ, 70-ന് മുകളിലുണ്ട്. രാവിലെയൊക്കെ നല്ല കൂടുതൽ ആളുകൾ നല്ല പോളിംഗ്. ഇപ്പോൾ താരതമ്യേന കുറഞ്ഞത് പരമാവധി വോട്ടർമാർ എത്തി എന്നതിൻ്റെ സൂചനയാണ്. ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിനെയും ഏറ്റെടുത്തിട്ടുണ്ട് ആളുകൾ. എല്ലാവരും നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വനിതാ വോട്ടർമാരായാലും എല്ലാവരുടെയും സാന്നിധ്യം എല്ലാ ബൂത്തുകളിലും നമ്മൾ രാവിലെ മുതലേ കാണുന്നുണ്ട്. എല്ലാ ബൂത്തുകളും ഞങ്ങളുടെ ബൂത്തുകളൊക്കെ നല്ലതായിട്ട് വോട്ട് കൊള്ളും. അത്തരത്തിൽ ചേലക്കര എന്തായാലും യുവതെരഞ്ഞെടുപ്പിനെ ഏറ്റെടുക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ ആദ്യ മണിക്കൂറുകളിലൊക്കെ കണ്ടത്. ഇപ്പോഴും അവസാനത്തേക്കൊക്കെ എത്തുമ്പോൾ ആൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പല ബൂത്തുകളിലും നേരത്തെ കണ്ടോ ഇപ്പോഴും നീണ്ട നിരയൊക്കെ പല മേഖലകളിലും നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ ആളുകൾ പറയുന്ന 70% മുകളിൽ പോളിംഗ് പല ബൂത്തുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശരാശരി 75% എന്ന കഴിഞ്ഞ തവണത്തെ മാർക്കിനോട് അടുത്ത് തന്നെയായി ഇത്തവണയും ഉണ്ടാകുമെന്ന പോളിംഗ് തന്നെയാണ്. നേരത്തെ തുടക്കത്തിലൊരു പേസ് ആയുള്ള ഒരു പോളിംഗ് ആയിരുന്നു. ഉച്ചയോടുകൂടി അത് മന്ദഗതിയിലായി. വൈകിട്ടോടുകൂടി ഈ മുന്നണി പ്രവർത്തകരുടെ ഒക്കെ കൂടുതൽ ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ശ്രമം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ചേലക്കരയിൽ 75% പോളിംഗ് അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിലെ സ്ഥിതി.